കുറേ നാളായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ, വീടൊക്കെ ഒന്ന് പെയിൻ്റൊക്കെ അടിക്കണമെന്ന്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർ എല്ലാവരും ഇപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ വരയ്ക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ഈ ചുമരിലാണ്. വീട് മൊത്തം എവിടെ എടുത്താലും ഇവരുടെ ഓരോ കലാസൃഷ്ടികളാണ് നിറഞ്ഞിരിക്കുന്നത്. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ചെറുതും ഇപ്പോൾ വര തുടങ്ങി, ഇനി ഇവൻ്റെ വരയും കൂടി കഴിയട്ടെ എന്ന്. പക്ഷെ എപ്പോഴും നമ്മൾ വീട്ടിലോട്ട് നോക്കുമ്പോൾ ഒരു വിഷമമാണ് കേട്ടോ. കാരണം ചുമരിൽ മുഴുവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. വരച്ച് എത്ര ഓടിച്ചാലും വീണ്ടും പിന്നെയും വന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെൻസിൽ തപ്പിയെടുത്ത് വീണ്ടും വരയായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിനി എന്തെങ്കിലും ഒരു പരിപാടി ഒന്ന് ഒപ്പിച്ചാലോ എന്ന്. അപ്പം മുഴുവനായിട്ട് ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല. തൽക്കാലം നമുക്ക് ആ വീടിൻ്റെ ഫ്രണ്ട് വശത്തുള്ള സംഭവങ്ങൾ മാത്രം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഇതിറങ്ങിയത്. അപ്പം പക്ഷേ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. കാരണം വേറെ എവിടെയല്ല, വീടിൻ്റെ ഫ്രണ്ട് വശമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുളമായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിയുകയും ചെയ്യും. രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. ഫുള്ളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പണിയൊന്നും. അപ്പം ഞാൻ എന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സാധിക്കുന്ന മുഴുവൻ ഇന്ന് തന്നെ ചെയ്ത് തീർക്കാം. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ കൊച്ചെഴുന്നേറ്റ് കരച്ചിലായി. അപ്പം പിന്നെ അവൻ്റെ അടുത്ത് പോകും, കയ്യിലൊക്കെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഓരോ പണികളൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല സമയം എടുത്തു. എന്തായാലും ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിത് ഈ ചെയ്ത പരിപാടികളെല്ലാം ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും. പക്ഷെ സംഭവം തീർന്നിട്ടില്ല. ഇന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ അത്യാവശ്യം ചെയ്തു. പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിള്ളേരെയും കൂട്ടി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വലിയ പരാതിയാണ് ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കുന്നു എന്നുള്ളത്. പിള്ളേരെയും കൂടി കൂട്ടി ഓരോ പരിപാടിക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും പിടിക്കാനൊക്കെ ആയിട്ട്. കിച്ചൂട്ടും കുഞ്ഞാറ്റിയും ഒക്കെ കൂടെ വന്നു, ഒട്ടിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വെയിലൊക്കെ ആകുമ്പോഴത്തേനും ഓടാൻ പോകും, അങ്ങോട്ട് ഓടൽ, കളിക്കാൻ പോകൽ, അങ്ങനെ ഭയങ്കര തിരക്കും പരിപാടിയൊക്കെ ആയിരുന്നു. ഇന്ന് പക്ഷേ ഈ സംഭവം കണ്ടിട്ട് ചുറ്റും ഏത് സമയം ഉണ്ടായിരുന്നു. അതെന്താ അമ്മ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ സഹായിച്ചോട്ടെ അങ്ങനെ സഹായിച്ചോട്ടെ. ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഇവരുടെ കലാവിരുന്നാണല്ലോ ഇവിടെ, പറ്റുന്ന രീതിയിലൊക്കെ സഹായിച്ചോട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ രീതിയിലൊരു മാറ്റം കൊണ്ടുവരാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാവുന്ന ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചെയ്യുന്നത്.